വിയ കരിയർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കരിയർ ടോക്സിൽ നമ്മൾ പറയുന്നത് കുറച്ച് സ്റ്റഡി ടിപ്സ് ആണ്. അതായത് ബോർഡ് എക്സാംസ് ഒക്കെ അടുത്തു, ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞല്ലേ? ഈ ടൈം ടേബിൾ ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ മനസ്സിലാക്കേണ്ടത്, ഇനി നമുക്ക് ഉഴപ്പി നടക്കാൻ സമയമില്ല. ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ തന്നെ നമുക്ക് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ തന്നെ നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. 10th മാർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ 10ാം ക്ലാസ് ആകുമ്പോൾ തൊട്ടല്ലേ നമ്മളിങ്ങനെ കേട്ടു തുടങ്ങുന്നത്, നീ 10ലാണ്, നല്ലതായിട്ട് പഠിക്കണം, ഇത് നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, നല്ല മാർക്ക് വേണം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടു തുടങ്ങുന്നത് ഈ 10ാം ക്ലാസ് തൊട്ടാണ്. അപ്പൊ അതെന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ +1 പോകത്തില്ലേ? നമ്മൾ +1 പോകുമ്പം അവിടെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റും നല്ല സ്കൂളും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാതെ ഉഴപ്പി നടന്നിട്ടേ അപ്പൊ +1 അഡ്മിഷൻ ആകുന്ന സമയത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇന്ന് നമ്മൾ പറയുന്നതേ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. എന്താണെന്ന് അറിയാമോ? എക്സാം സ്ട്രെസ്. നിങ്ങൾക്ക് ഈ മാർച്ചിൽ വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ചിട്ടേ പേടിയോ ആശങ്കയോ ആശയക്കുഴപ്പമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇത് സ്വാഭാവികമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്ന നമ്മൾ വീക്ക് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരേ ഒരാൾ നമ്മൾ മാത്രമൊന്നും അല്ല. ലക്ഷക്കണക്കിന് കുട്ടികളാ ഓരോ വർഷവും ബോർഡ് എക്സാം എഴുതുന്നത്. ഇതിൽ ടോപ്പ് മാർക്ക് വാങ്ങുന്ന ആളില്ലേ, ആ ആൾക്ക് പോലും ഉണ്ട് ഈ ഭയവും ആശങ്കയൊക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിട്ടയായിട്ടുള്ള രീതികളിൽ കൂടെ നമുക്ക് ഈ ആശങ്കയൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ട്രെസ് ഈസ് നോർമൽ, സ്ട്രെസ് ഈസ് കോമൺ ആൻഡ് സ്ട്രെസ് ഈസ് മാനേജബിൾ. എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇനി എന്തുകൊണ്ടാ ഈ സ്ട്രെസ് തോന്നുന്നതെന്ന് അറിയാമോ? നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ സ്വാഭാവികമാണെന്ന്. കാര്യം നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് നല്ല ശ്രദ്ധയുണ്ട്. ഒന്നതാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളില്ലേ, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ പേരൻസിന് നമ്മളെ കുറിച്ചിട്ട് അഭിമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. മൂന്നാമതായിട്ട് നമുക്ക് ഈ സ്ട്രെസ് തോന്നുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടല്ലോ, നമുക്ക് ഫ്യൂച്ചറിൽ എവിടെ എത്തണം എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം അവിടെ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഘട്ടം ഘട്ടമായിട്ടല്ലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അതിന്റെ ആദ്യ സ്റ്റെപ്പാണ് നമുക്ക് ഈ മാർച്ചിൽ വരുന്ന എക്സാം. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം, നമുക്കറിയാം പഠിക്കാനുള്ള കുറെ സാധനങ്ങൾ നമുക്കുണ്ട്, പക്ഷെ സമയം കുറവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ടെൻഷൻ തോന്നുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ അങ്ങ് നിർത്തിയിട്ട് അതിനെ പതുക്കെ നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളവരാ നമ്മളെന്ന് നമ്മൾ തന്നെ ഒന്ന് വിശ്വസിക്കണം. കാര്യം ഇത് ചുമ്മാതെ പറയുന്നതല്ല. എന്താണെന്ന് അറിയാമോ? ഈ ടോപ്പിക്സ്, അതായത് ഈ സബ്ജക്ട്സ് എല്ലാം ഈ വർഷം മൊത്തം കേട്ട് മനസ്സിലാക്കിയവരല്ലയോ നമ്മള്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ശാന്തമായിട്ട് സമാധാനത്തോടു കൂടി ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. കാര്യം അതിനുള്ള സമയവും നമ്മുടെ മുന്നിൽ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കെന്താ, ഐ ആം നോട്ട് അലോൺ, ഐ ക്യാൻ ഡു ദിസ്. ഇല്ലേ? ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് പഠിപ്പിക്കണം. സോ ഡോണ്ട് വറി, യു ഹാവ് ടൈം, യു ഹാവ് ദ എബിലിറ്റി ആൻഡ് യു ഹാവ് ദ സപ്പോർട്ട്. ഈ എക്സാം സ്ട്രെസ് എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മളിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത്, ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എക്സാമിനെ പേടി കൂടാതെ ഫേസ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്കും അപ്പൊ ഇങ്ങനെ കാണുന്നത് വഴി പേരൻസിനും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.